ഹായ് ഹലോ നമസ്തേ. ഗഫ്ലൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താ? കൂലിയുടെ വീക്കാണ്. അപ്പോൾ കൂലി LCU ആണോ, LCU അല്ലേ, സ്റ്റാൻഡേർഡ് മൂവി ആണോ, അങ്ങനെ പല റൂമറുകളും നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ അഭിപ്രായം, എന്താണ് സാധ്യത, അതൊക്കെ ഒന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങാം? ലോകേഷ് സ്റ്റാൻഡിലോ എന്നാണ് പറഞ്ഞത്. ലോകേഷിന്റെ ഇന്റർവ്യൂല് പറഞ്ഞത് അതത്രേ ഉള്ളൂ. വെൽക്കം ടു മൈ യൂണിവേഴ്സ് മാസ്റ്റർ. ലോകേഷിന്റെ ഇന്റർവ്യൂല് പറയണത് LCU ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉള്ളതുകൊണ്ട് ഇനി രജനീകാന്തിനെയും കൂടെ ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഇതാവും. അതിന്റെ ആവശ്യമില്ല, ഇത് അങ്ങനെ സ്റ്റാൻഡ് അലോൺ ഫിലിം എന്നാണ് ലോകേഷിന്റെ ഇന്റർവ്യൂല് പറഞ്ഞത്. പക്ഷേ ഇവിടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം പറയണത് ഇത് LCU അല്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റൂല, അതൊക്കെ നിങ്ങൾ കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ഇത്രയും പേരെ കൊണ്ടുവന്നു. കമലഹാസൻ ഉണ്ട്, പിന്നെ വിജയ് വന്നു, സൂര്യ വന്നു. അപ്പം രജനീകാന്തിനെ കൂടെ വന്നുകൂടാ എന്നില്ല. രജനീകാന്തിനും കൂടെ വന്നാലേ ആ ഒരു കോളിവുഡ് ഫിനിഷ് ആവുള്ളൂ. അപ്പം രജനീകാന്തിനെ കയ്യിൽ കിട്ടിയിട്ടും കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു പോസിബിലിറ്റിയാണ്. പിന്നെ പല സാധ്യതകളുണ്ട്. നമ്മുടെ വിക്രത്തിൽ പറയുന്ന ഡയലോഗുകൾ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ 30 വർഷത്തെ ആ ഒരു ഡയലോഗ് എന്തുവാണത്? 30 വർഷത്തെ മറ്റേ ഒരു ഓഫ് ദ റെക്കോർഡിൽ വർക്ക് ചെയ്തില്ലേ, അതായത് വിക്രത്തിന്റെ എല്ലാ ഏജന്റ് അവരെല്ലാവരും ഓഫ് ദ റെക്കോർഡാണ് 30 കൊല്ലം വർക്ക് ചെയ്തത്. അത് മറ്റേ വിക്രത്തിലൊരു ജയിലിലെ ഒരു സീനിലെ ഡയലോഗിൽ പറയുന്നുണ്ട്. അതേ ഒരു സെയിം ഡയലോഗിൽ നമ്മളെ കൂലിയുടെ ട്രെയിലറിലും ഉണ്ട്. 30 വർഷമാ 30 വർഷത്തെ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അപ്പം അതും ഇതുമായിട്ട് നോക്കുമ്പോൾ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യണമുണ്ട്, പക്ഷെ ഉറപ്പിക്കാൻ പറ്റൂല. അതാണ്. പിന്നെ കണ്ടെയ്നറിന്റെ കാര്യം, ഇപ്പോ നമ്മുടെ ഡ്രഗ്സ് കൂടുതലായിട്ടും കൊണ്ടുപോകാൻ പറ്റുന്നൊരു കണ്ടെയ്നർ എന്ന് പറയുന്നത് വിക്രത്തിലെ കൈദിനും മിസ്സിംഗ് ആണെന്ന് പറയുന്നത്. വിക്രത്തിലെ അമർ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ പറയും അന്ന് 2 കണ്ടെയ്നർ എങ്കെന്നൊക്കെ ചോദിക്കും. അപ്പൊ പറയാം അത് മിസ്സിംഗ് ആണെന്ന് പറയും. പക്ഷെ അതേ കട്ട് ചെയ്ത് കൂലിയുടെ ട്രെയിലർ നോക്കുമ്പോ 2 കണ്ടെയ്നർ അമീർ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ലിയോ ഇറങ്ങിയപ്പോഴും ഇങ്ങനെ പല റൂമറുകളും കേട്ടായിരുന്നു, പല കഥകളും വന്നു. എനിക്ക് എന്തായാലും സ്റ്റാൻഡേർഡ് സിനിമ ആയിട്ടാണ് തോന്നണേടാ, സ്റ്റാൻഡേർഡ് സിനിമ. പക്ഷേ അവസാനം കൊണ്ട് ഒരു ത്രെഡ് ഇടും. ലിയോ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ലിയോ ശരിക്കും സ്റ്റാൻഡേർഡ് സിനിമയാണ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോയാൽ മതി. അതെ തന്നെ സ്റ്റാൻഡേർഡ് സിനിമയാണ്, പക്ഷെ അവസാനം കൊണ്ടൊരു കണക്ഷൻ ഇട്ട് കൊടുത്തു. അതുപോലെ ഇതിനകത്തും വരും എന്നാണ് പ്രതീക്ഷ. ശരിയാണ്. ഒരു കാര്യമല്ലോ വിക്രത്തിൽ കൊണ്ടുപോയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബേസ് വേണം, ഒരു സ്റ്റോറി ബാക്കപ്പ് ആയിട്ട് നല്ല കണക്ഷൻ. പിന്നെ ലിയോ സിനിമ നമ്മൾ നോക്കിയാലേ അതിനകത്ത് നെപ്പോളിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പൊ വീട് സംരക്ഷിക്കാൻ, ലിയോനെ സംരക്ഷിക്കാൻ വരണത് ഒഴിച്ചു കഴിഞ്ഞാൽ നീ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു സ്റ്റാൻഡ് അലോൺ ഫിലിം തന്നെയാണ് ലിയോ. പക്ഷെ ഇതിന്റെ അവസാനത്തെ ആ ത്രെഡിലാണ്, ആ ഒരു ഡയലോഗിലാണ് നമ്മൾ LCUലോട്ട് കണക്ട് ചെയ്തത്. അല്ല മറ്റേ തൃശ്ശ ഓർഫൺ മറ്റേ ഓർഫൺ എന്നാണ് വന്നത്. ഓർഫന്റെ പേര് മറ്റേ ദില്ലിയുടെ മോള് അത് വെച്ചാണ് ഇങ്ങനെ കമ്പയർ. പിന്നെ മറ്റേ കോഫി ഷോപ്പില് മറ്റേ വിക്രത്തിന്റെ ഇതൊക്കെ വന്നത് ഒഴിച്ചാല് നമ്മളിപ്പം വിക്രത്തിലും കൈദിയിലൊക്കെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതുപോലെ അല്ലല്ലോ ലിയോയിലുള്ള കണക്ഷൻ. ഇതിനകത്ത് കുത്തിക്കയറ്റിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് ആ ഓരോ സീനും ഗൂസ് ബംസ് ആയിരുന്നു. തീർച്ചയായിട്ടും. അത് പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ ഒരു കുത്തിക്കയറ്റിൽ ഉണ്ടായതുകൊണ്ട് ലിയോയിൽ ചെറിയ നെഗറ്റീവുകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ലോകേഷിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം കൂലിയിൽ പരിഹരിക്കും എന്തായാലും. ജസ്റ്റ് അങ്ങനെ കൊണ്ട് കൂട്ടിച്ചേർക്കൽ കാണൂല. അഥവാ LCU ആണെങ്കിൽ ഒരു പൂർണ്ണമായി LCU തന്നെ ആവാനാണ് സാധ്യത. പിന്നെ ലോകേഷ് ഈ പറഞ്ഞ കണക്ക് ഫാൻസിന്റെ എല്ലാ രീതിയിലുള്ള ഇതും പരിഗണിക്കും. പ്രത്യേകിച്ച് ഈ കമന്റുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ലോകേഷ് വായിക്കാറുണ്ടെന്നാണ് എന്റെ അല്ലേ കാണുന്നുണ്ട്. ചിലപ്പോ അതിനൊക്കെ കഥ എടുത്ത് കളയും, ഓരോരോ ഇത് അടിച്ചിറക്കുമ്പോ അതൊക്കെയാണ് ലോകേഷിന്റെ ഇത്. അപ്പൊ എന്തായാലും ഈ പടം അങ്ങനെ ഫീൽ ചെയ്യാൻ സാധ്യത ഉണ്ട് കൂടുതൽ. പിന്നെ ഗോൾഡ് ആണ് നമ്മുടെ കൂലിയുടെ മെയിൻ തീം. പിന്നെ LCUയുടെ അടുത്ത സിനിമ എന്ന് പറഞ്ഞു വരുന്ന ബെൻസ്, അതിനകത്തും ബെൻസിൽ മെയിൻ ഒരു സംഭവം ഗോൾഡ് തന്നെയാണ്. നമ്മുടെ ക്യാരക്ടർ ഫുള്ളായിട്ട് ഗോൾഡ് ലോറൻസിന്റെ നായകൻ. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിയോയിൽ നോക്കുമ്പോൾ ലിയോയുടെ ഫാമിലിയിൽ ഈ ഡ്രഗ് ഡീലിംഗ് ബിസിനസ് ഉണ്ട്. അപ്പുറത്ത് നോക്കുമ്പോൾ റോളക്സ്, അത് ഡ്രഗ് ഡീലിംഗ് ആയിട്ടുള്ള ബിസിനസ് ഉണ്ട്. അതുപോലെ എല്ലാ പടത്തിലും നോക്കിയാലും ഇപ്പൊ കൈദിയിലാണെങ്കിൽ ഒരു ചെറിയ ഗോൾഡിന്റെ റെഫറൻസ് ഉണ്ട്, അതായത് മോക്ക് ചെറിയ ഗോൾഡിന്റെ കൊടുക്കുന്നത് അത് മാറ്റി തീർക്കാം. രണ്ടാമത് ലിയോയിലൊക്കെ വരുമ്പോൾ ലിയോയില്
മറ്റേ കോയിന് ഫ്ലിപ്പ് അടിച്ചിട്ടാണ് ലിയോ എന്ന് എഴുതി കാണിക്കണം. ഗോൾഡ് കോയിൻ ശ്രദ്ധിക്കണം, ഗോൾഡ് കോയിൻ ഫ്ലിപ്പ് അടിച്ചിട്ടാണ് അത് എഴുതി കാണിക്കണം. ആ പോട്ട് നേരെ കട്ട് ചെയ്ത് കൂലിയിലോട്ട് വരുമ്പോഴത്തേക്ക് ആ ഗോൾഡിന്റെ ഇതിലാണ് ആദ്യത്തെ ഒരു കട്ട് പോലെ ഒരു രജനീകാന്ത് അഭിനയിച്ച ഒരു സാധനം വന്നല്ലോ, കോള് വിളിച്ചിട്ട് ഞാൻ കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട്, അതിലും ഗോൾഡിലാണ് കിടക്കുന്നത്, ഗോൾഡ് വാച്ചാണ്. അപ്പൊ ഒരു ഗോൾഡ് ഡ്രഗ് അങ്ങനെ ഒരു 2 യൂണിവേഴ്സ് പോലത്തെ ഒരു സാധനം, എന്തോ ഒരു കണക്ഷൻ പോലെ. അത് പറയുമ്പോഴാണ് ഇപ്പൊ ഇതിനകത്ത് പുതിയ യൂണിവേഴ്സ് ഓപ്പൺ ആവുന്നു പറയുന്നുണ്ട്. അതെനിക്ക് നല്ല രീതിയിൽ ഒരു ചെറിയൊരു ഉണ്ട്, പുതിയ യൂണിവേഴ്സിന് സാധ്യത ഉണ്ടോ എന്നുള്ളത്. പണ്ടത്തെ ഒരു സിനിമ ഉണ്ടല്ലോ ദീ എന്ന് പറഞ്ഞിട്ട് രജനീകാന്തിന്റെ, അതിനകത്ത് ഇതുപോലെ ഒരു പാവപ്പെട്ട ഒരു ഫാമിലി, അതിനകത്ത് രജനീകാന്ത് രജനീകാന്തിന്റെ അനിയനെ പഠിപ്പിക്കാൻ വേണ്ടി രജനീകാന്ത് കൂലിപ്പണി ചെയ്ത് അങ്ങനെ പോലീസാക്കുന്നു. അങ്ങനെ ഈ രജനീകാന്ത് അവിടുത്തെ കൂലിപ്പണി ചെയ്ത ഒരാളെ പരിചയപ്പെട്ട് ഡോണും ആകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഫേസ് ഓഫ് ആകുന്നു ഈ സിനിമയിൽ, നമ്മുടെ റൺവേ സിനിമയിൽ കാണിക്കുന്നത്. അത് പറ്റ അങ്ങനെ പോലീസായിട്ടുള്ള അനിയൻ ഡോണായിട്ടുള്ള ചേട്ടന് നേരെ നിൽക്കുന്നതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ ഈ അനിയൻ ഒരു ചില സംഘടനത്തിൽ രജനീകാന്ത് മരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ഗുണ്ടയെ കൊന്നതുകൊണ്ട് അനിയൻ മറ്റേ പോലീസിന്റെ പതക്കം വാങ്ങാൻ കയറുന്നു. അതാണ് തീ സിനിമ. ഉന്നാൽ മുടിയാതെ തമ്പി പരമശിവ ഒരു ത്രെഡ് അല്ല, ഇത് പറഞ്ഞപ്പോഴാണ് ഈ കൂലിപ്പണിക്ക് അനിയനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് രജനീകാന്ത് ഈ ത്യാഗം ഫുള്ള് സഹിച്ചത്. അത് ശരിയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് മറ്റേ ജോണി ആന്റണി ഏതോ ഒരു സിനിമയുടെ ഇന്റർവ്യൂല് പറഞ്ഞല്ലോ, ഇങ്ങനെ കൊച്ചി രാജാവ് ഭാഷ അതിങ്ങനെ അതുപോലെ സെയിം കോപ്പി അടിച്ച് ഇവിടെ കൊണ്ടുവച്ചതാണ്. ഭാഷ അതുപോലെ ഒന്നും അല്ല, അത് ജസ്റ്റ് ഓട്ടോ ഡ്രൈവർ അങ്ങനെയാണെന്നേ ഉള്ളൂ. അങ്ങനെ രജനീകാന്ത് വിളിച്ച് ജോണി ആന്റണിയോട് പറഞ്ഞു അങ്ങനെയുള്ളത്. അപ്പം അത് പിന്നെ ഈ പറഞ്ഞ കണക്ക് ട്രെയിലർ നമ്മൾ കണ്ടിട്ട് പല ആൾക്കാരും കൂലിയുടെ ട്രെയിലറാണ് പറയണത്. കൂലിയുടെ ട്രെയിലർ കണ്ടിട്ട് പല ആൾക്കാരും പറയണ ഇതിനകത്തൊരു ടൈം ട്രാവൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ വാച്ചസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് കൂടുതലും കാണിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ടൈം ട്രാവല് പറയാൻ കാരണം വാച്ചും കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു കസേരയില് നീ കണ്ടായിരുന്നു ഓരോ പോസ്റ്ററിലും വാച്ചിന്റെ ചിഹ്നത്തിൽ ആ സൂചിയുടെ അവിടെ നടന്നു പറഞ്ഞാൽ ടൈം ട്രാവൽ സിനിമകൾ. പക്ഷെ അത് ഞാൻ പൂർണ്ണമായിട്ടും അങ്ങനത്തെ പോസ്റ്ററാണ് അവർ ഇപ്പൊ ഇറക്കണത്. അത് ജസ്റ്റ് റൂമർ മാത്രമാണെന്ന് ഉറപ്പിക്കുക. ലോകേഷ് എന്തായാലും ടൈം ട്രാവൽ സിനിമ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ലിയോയിലൊക്കെ ട്രെയിലർ വന്ന സമയത്ത് നമ്മൾ ട്രെയിലർ കണ്ട് വിലയിരുത്തിയിട്ട് ഇതാണ് കഥ എന്ന് പറയുന്നത്. ഒരു സിനിമ കാണുമ്പോൾ അതല്ല കഥ. ലോകേഷിന് അങ്ങനെ ഒരു ചിലപ്പോ നമ്മൾ കണ്ട ഒന്നും ആയിരിക്കത്തില്ല, കൂലി ട്രെയിലർ കണ്ട ഒന്നും ആയിരിക്കത്തില്ല. അത് ഫേക്ക്. അതൊക്കെയാണ് ലോകേഷ്. ലിയോയിൽ വന്ന എല്ലാ പിഴവുകളും കൂലിയിൽ മാറ്റും ഉറപ്പാണ്. ലോകേഷ് പറഞ്ഞിട്ടുണ്ട് കൂലി ഇൻട്രോയിൽ ബ്ലോക്ക് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ തിയേറ്റർ കുല്ലുന്നു. അത് ഓർമ്മിക്കുക. പിന്നെ ഇപ്പൊ നമ്മുടെ കൈദിയിലും വിക്രത്തിലുള്ള ക്യാരക്ടേഴ്സിനെ ഒരു കാരണവശാലും ഇതിനകത്ത് ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിലാണ് ട്രെയിലർ വന്നേക്കുന്നത്. ഇടയ്ക്ക് മറ്റേ കൈദിയിലുള്ള വില്ലന്മാര് ഇതിനകത്ത് ഡാൻസ് കളിക്കുന്നുണ്ട്. അത് ചിലപ്പം അതാവാനും ചാൻസ് ഇല്ല. കൈദിയില് മറ്റേ ചോദിച്ചു കൈദിയിലെ വില്ലന്മാരല്ലെങ്കിൽ ഡാൻസ് കളിക്കണേ ചോദിച്ചു. അപ്പൊ ലോകേഷ് ആളെ തികയാത്തോണ്ട് എന്തോ എടുത്തെന്നൊക്കെ ലോകേഷ് പറഞ്ഞു. മാത്രമല്ല അതിനകത്ത് കർച്ചീഫൊക്കെ കെട്ടിയിട്ടാണ് കൈദിയില് വരുന്നത്. അതിപ്പോ ലോകേഷിന്റെ സിനിമയില് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിക്കണം യൂണിവേഴ്സ് ആണെങ്കിൽ പറയാനുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് എന്തെങ്കിലും ക്ലൈമാക്സിൽ എന്തെങ്കിലും ചെറിയൊരു തുമ്പിടും, അത്രേ ഉള്ളു. ഞാൻ എന്തായാലും പടം തീർന്നിട്ട് അവിടെ ഇരിക്കും കേട്ടോ. ഹലോ അല്ല, ഇറങ്ങിപ്പോയി മറ്റേ ക്ലീൻ ചെയ്യാൻ ആൾക്കാർ എല്ലാരും ഇടിച്ചു കയറണം അതിനകത്തോട്ട്. അതുകൊണ്ട് ലോകേഷ് നമുക്ക് ഒരു തരത്തിലും ഇതാക്കാൻ പറ്റില്ല. പിന്നെ ഇതുപോലെയായിരുന്നു ലിയോയില് ലാസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീനിലാണ് ലാസ്റ്റ് റോളക്സ് മറ്റേ പാട്ടിലാണ് റോളക്സിന്റെ അത് പണ്ടത്തെ അത് പാട്ടെടുത്തന്നല്ലേ ഉള്ളൂ. എന്നാലും റോളക്സ് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട് അല്ലേ. അതൊക്കെയാണ് സ്പെഷ്യൽ താങ്ക്സ് ടു കമല സാർ, സൂര്യ എന്നൊക്കെ ലിയോയില് അങ്ങനെ കാണിച്ചായിരുന്നു. ലിയോയില് കമലഹാസനെ കാണിച്ചു. അല്ല അവസാനം കാണിച്ചു. അവസാനം കാണിക്കൂല. ആദ്യം കാണിച്ചാൽ എല്ലാവരും സസ്പെൻസ് കൊട്ടൂലേ. അവസാനം കാണിക്കണേ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രജനീകാന്തിന്റെ മറ്റേ ദീ എന്ന് പറയുന്ന ആ പടത്തിന്റെ തീ അല്ലേ
തീ എന്ന് പറയുന്ന ആ പടത്തിനുമായിട്ട് ഒരു കൊളാബറേഷൻ ഉണ്ട് എന്തായാലും. ഉണ്ടാവും. പിന്നെ വിക്രമ് ലോകേഷിന്റെ പല പടങ്ങളും പഴയ പടങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആണ് എപ്പോഴും. പക്ഷെ ഒരു കാര്യമുണ്ട്, പഴയ വിക്രം സിനിമയില്ലേ അതിനകത്ത് സത്യരാജാണ് ഒരു ഏജന്റ് ആയിട്ട് വരണത്. അതിനകത്ത് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് വരും. അങ്ങനത്തെ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സത്യരാജ് കൂലിയില് സത്യരാജ് ഉണ്ട്. അപ്പൊ സത്യരാജ് ചിലപ്പോ വിക്രത്തിന്റെ ഏജന്റ് പറഞ്ഞല്ലോ. പക്ഷെ വിക്രം സിനിമയിൽ വന്നിട്ടില്ലടാ. അവരെ വരണമെന്നില്ലല്ലോ. വരണമെന്നില്ലല്ലോ. ചിലപ്പോ ഇതിനകത്തായിരിക്കും വരുന്നത്. വിക്രം സിനിമയില് മറ്റേ 30 വർഷം ഇതായിട്ട് വർക്ക് ചെയ്തപ്പോഴല്ലേ സത്യരാജ്. അപ്പൊ അതിനുശേഷം ഇനി അങ്ങനെ പറഞ്ഞാണോ കൂലിയില്? എടാ അങ്ങനെയല്ലേ, ഞാൻ ഇപ്പൊ വിക്രം സിനിമയില് ഒരു ഏജന്റ് ആയിട്ട് ഇവരെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ ആളാണ് അമർ. അതേപോലത്തെ ഒരു സെയിം ആളായിരുന്നു പഴയ വിക്രം സിനിമയില് സത്യരാജ്. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോ സത്യരാജ് കൂലിക്കകത്തുണ്ട്, വിക്രത്തിൽ അമറുണ്ട്. അപ്പൊ രണ്ടുപേരും ഇപ്പം കൂലി ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് എങ്ങനെ നോക്കിയാലും. പക്ഷെ കണക്ട് ചെയ്യുമെന്ന് കണ്ടറിയാം. അപ്പൊ നമുക്ക് 14-ാം തീയതി കാണാൻ വെയിറ്റിംഗ് ആണ്, തീർച്ചയായിട്ടും വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇതേ ചാനലിൽ തന്നെ അതിന്റെ റിവ്യൂ ഷോ കണ്ടിട്ട് റിവ്യൂ പറയും. എല്ലാരും എക്സൈറ്റഡ് ആണ്, നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് അറിയാം. നമ്മളപ്പോ സ്പോയിലർ ഇല്ലാത്ത റിവ്യൂ എന്തായാലും. പിന്നെ ഈ വീഡിയോസ് നമ്മളതായിട്ടുള്ള ഒരു ഒപ്പീനിയനും നമ്മളതായിട്ടുള്ള ഒരു തോട്ട്സ് ഒക്കെ ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോമായി ഞങ്ങൾ ഉടനെ വരാം. അണ്ടിൽ ദെൻ ലൈക്ക് ഇറ്റ്.